ഡിസ്ചാർജ് പ്രിന്റിൽ തന്നെ കാന്താവർക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാവർക്കും പുത്തനാൻസിലേക്ക് സ്വാഗതം. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലബ് കോട്ടണിൽ തന്നെ ഡിസ്ചാർജ് പ്രിന്റിലും അതുപോലെ തന്നെ അതിനകത്ത് കാന്താവർക്കിലുമുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഡിസ്ചാർജ് പ്രിന്റിന്റെ തന്നെ കുറെ ഡിസൈൻസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതേ കളറിൽ തന്നെ ഇക്കട്ട് പാറ്റേണിലുള്ള പ്രിന്റ് ആണ് ഡിസ്ചാർജ് പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. വർക്ക് ഇതിനകത്ത് കാന്താവർക്കും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. പ്രൈസ് 134 rupees പെർ മീറ്റർ. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. നമ്മൾ ക്യാമ്പ്രിക്കിലുള്ള കാന്താവർക്കിലുള്ള ഫാബ്രിക് ഒക്കെ കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു സ്ലബ് കോട്ടണിൽ തന്നെ ഡിസ്ചാർജ് പ്രിന്റിൽ കാന്താവർക്കിലുള്ള ഫാബ്രിക് കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അധികം ഡിസൈൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. 3 ഡിസൈനേ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് പ്രിന്റ് എന്താണെന്നുള്ളത്. നമ്മുടെ പ്രിന്റിങ്ങിന്റെ ഈ ഫാബ്രിക്കിന്റെ ഒരു പ്രിന്റിങ്ങിന്റെ ഒരു ടെക്നിക്സ് ആണത്. അതായത് നമ്മൾ ഈ ഫാബ്രിക്കിന്റെ ബേസ് കളറിനകത്തേക്ക് പ്രിന്റ് കൊടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ ഡിസ്ചാർജ് പ്രിന്റ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ കൊണ്ടുവരാറുള്ളത് സ്ക്രീൻ പ്രിന്റ് അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ഒക്കെയാണ്. ഡിസ്ചാർജ് പ്രിന്റിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലാണ്. ഇതിനകത്തേക്ക് ഓഫ് വൈറ്റ് കളറിലുള്ള ഇക്കട്ട് പാറ്റേണിലുള്ള ഒരു പ്രിന്റ് ആണ്. അപ്പൊ ആ ഒരു പ്രിന്റ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്ചാർജ് പ്രിന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കാന്താവർക്ക് ഉണ്ട്, ലൈനിങ്ങിന്റെ ആവശ്യമില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ ഇക്കട്ടൊക്കെ ഒരുപാട് ചെയ്തിരുന്നു, പ്യോർ ഇക്കട്ട് ഫാബ്രിക് ഒക്കെ. ഇത് വന്നിട്ടുള്ളത് സ്ലബ് കോട്ടണിലുള്ള ഇക്കട്ട് ഫാബ്രിക് ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഈ സെയിം ഫാബ്രിക്കിനകത്ത് തന്നെ വേറൊരു പ്രിന്റ് ആണ്, ഡിസൈൻ ആണ് കേട്ടോ. അതായത് ഈ കട്ട് തന്നെ കുറച്ചും കൂടെ ക്ലോസിൽ വന്നിട്ടുള്ള പോലത്തെ ഒരു പ്രിന്റ് ആണ്. ഇത് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. കുറച്ചും കൂടെ അടുപ്പിച്ചായിട്ടാണ് ഈ ഒരു പ്രിന്റ് പോകുന്നത്. നമുക്കിത് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ബോട്ടമോ മറ്റു ടോപ്പൊക്കെ ആക്കാം, അല്ലെങ്കിൽ ഡിസൈനർ കുർത്തിയൊക്കെ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വൺ ഞാൻ പറഞ്ഞല്ലോ 3 ഡിസൈനേ ഉള്ളൂ. ലാസ്റ്റ് വൺ വന്നിട്ട് സിബോറി സ്റ്റൈലിലുള്ള പ്രിന്റിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് വൈറ്റ് കളർ കൂടുതലായിട്ടാണ് കാണുന്നത്. ആദ്യം കണ്ടത് രണ്ടും ബ്ലൂ ആണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിനകത്താണ് ഇതിന്റെ ഫാബ്രിക്കിന്റെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇത് മാത്രമായിട്ട് നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ, നമ്മളിന്ന് കണ്ടത് കോട്ടണിൽ തന്നെ വന്നിരുന്ന ഡിസ്ചാർജ് പ്രിന്റിലുള്ള ഫാബ്രിക് ആണ്. 134 rupees പെർ മീറ്റർ ആണ്. കാന്താവർക്ക് ഉണ്ട് കേട്ടോ അതിനകത്ത്. നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവര് 8891060225 കോൺടാക്ട് ചെയ്യണേ. അതുപോലെ തന്നെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.